ഇവിടുത്തെ വീടിനൊന്നും മതിലുണ്ടാവില്ല പാപ്പ. എന്തിനാ മതില്? നമുക്കുള്ളത് എന്താണെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായ പോലെ. അത് കാര്യം. ആ വാ വാ വാ. ദാ അവള് പോയി. ഹായ്. എടാ ഇവളുടെ ഒരു കാര്യം. ബിന്ദുമോളെ വാ. ആ മോളെ കഥ അടച്ചേക്ക്. വാ 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 ഇരിക്കെ. വൺ സെക്കൻഡ്. ആ റീത്തയ്ക്ക് ഒറ്റ മോളാ സോഫി. സോഫി എവിടെ? സോഫി ദേ ഹാവ് കം മോളെ. ഓ സോഫി ഇവിടെ ഉണ്ടോ? നേരത്തെ കൂടണഞ്ഞിരിക്കുന്നു. അവളുടെ പുറത്തുള്ള കറക്കമൊക്കെ കുറവാണ് ഈയിടെയായി. അത്രേ ആശ്വാസം. ഹായ് ആന്റി. ഹായ് അങ്കിൾ. ഹലോ. ആ മോളെ ഇതാണ് സുമി, ജോസിന്റെ സിസ്റ്റർ. I know. ആൻഡ് ദിസ് ഇസ് ബിന്ദു, സുമിയുടെ മോള്. Hi Bindu. How are you? മോക്ക് അമേരിക്കയൊക്കെ ഇഷ്ടമായോ? സുമിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. വന്നു കേറുമ്പോ ആദ്യം നാടിനോട് തോന്നുക ദേഷ്യവാ. നമ്മുടെ നാടിന് ഒരിക്കലും ഇത് പകരമാവില്ലല്ലോ, അല്ലേ സുമി? പിന്നെ പതിയെ പതിയെ ഇവിടെ അങ്ങ് യൂസ്ഡ് ആകും. എനിക്കിപ്പൊ കേരളത്തിൽ പോകാൻ പോലും പഴയ പോലെ ഇൻട്രസ്റ്റ് ഇല്ല. ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒന്നും ഇപ്പൊ അവിടെ ഇല്ല. പഴയ കൂട്ടുകാരെ ഒന്നും തിരിച്ചറിയുന്നില്ല. നമ്മളിപ്പോ വലിയ അമേരിക്കക്കാരായി പോയില്ലേ? നമ്മുടെയൊക്കെ കുടുംബത്തിലെ പുതിയ ജനറേഷൻ നമ്മളെ ഒന്നും തിരിച്ചറിയുന്ന പോലും ഉണ്ടാവില്ല, അല്ലേ ജോസേ? പ്ലീസ് മാമ, കത്തി വെച്ച് ഇവരെങ്ങനെ കൊല്ലരുതേ. അല്ല, റീത്ത പറഞ്ഞത് ശരിയാണ്. എനിക്കും ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ നാട് ഒരുപാട് മാറിപ്പോയി, അല്ല സുമി? ഞാൻ അങ്കിളിന് ലൈറ്റ് ആയിട്ട് ഡ്രിങ്ക് എടുക്കാം. അയ്യോ, എനിക്ക് ഡ്രൈവ് ചെയ്യാനുള്ളതാ. I won't get you drunk. Don't worry. ബാക്കിയുള്ളവർക്കൊക്കെ വൈൻ. Okay. Come on Bindu. Come. ഹാൻസി എന്ന് പറഞ്ഞ പ്രപ്പോസലിന്റെ കാര്യം എന്തായി? ആഹാ, സോഫിയോട് സംസാരിക്കാന്ന് റീത്തയല്ലേ പറഞ്ഞത്? എന്താ അത്? നമ്മുടെ മോളി ചേച്ചി പറഞ്ഞിരുന്ന പയ്യനില്ലേ റോയ്, അവന് സോഫിക്കൊന്ന് ആലോചിച്ചാലോ എന്ന് റീത്തയ്ക്കൊരു ആലോചന. അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ. ഞാനിപ്പോ അവളോട് കല്യാണക്കാര്യം സംസാരിക്കാറേ ഇല്ല. ആ ടോപ്പിക് എടുത്തിട്ട് അപ്പ വഴക്കാവും. ഇതിപ്പോ സമാധാനമെങ്കിലും ഉണ്ടല്ലോ. ഞാൻ സാമുവലിനോട് സംസാരിക്കാം. ആ റീത്ത, ആ ഈ ഏരിയയിലൊക്കെ റിയൽ എസ്റ്റേറ്റിന് നല്ല ബൂമാണെന്ന് കേൾക്കുന്നല്ലോ. എന്താ ജോസിന് വല്ല താല്പര്യമുണ്ടോ? ആ ഇല്ലാതില്ല. ഇഫ് ഇറ്റ്സ് എ സ്മാർട്ട് ബൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്റെ പരിചയത്തിലുള്ള ഒരു ഏജന്റ് ഉണ്ട്. ഐ വിൽ ഇൻട്രൊഡ്യൂസ് യു ടു ഹിം. നോക്കാം. ഓക്കെ. ആ ദേ സുമി, ഇതുപോലെ നാട്ടിലുള്ളവരെ കാണാൻ കിട്ടുന്ന അവസരങ്ങൾ ഇവിടെ വളരെ കുറവാ. എല്ലാവർക്കും തിരക്കല്ലേ? സമയം കിട്ടുമ്പോഴൊക്കെ ഇനിയും വരണം. ഒന്നുമില്ലല്ലോ, നമ്മൾ അയൽക്കാരാ. അടച്ചുപൂട്ടി ഇട്ടിരിക്കുവാണേലും ഇപ്പോഴും എനിക്ക് ആലപ്പുഴയിൽ ഒരു വീടുണ്ട്. ഓ അങ്ങനെ. Okay, bye then. Take care. Okay, bye. ദേ ആൻസി, ബീനയോട് എന്റെ അന്വേഷണം പറയണേ. ഓ, ഇന്നിനി എപ്പോഴാണാവോ അവള് വീട്ടിൽ വന്ന് കയറാൻ പോകുന്നത്? കുട്ടികളല്ലേ ആൻസി? എന്നാ ശരി, ഞാൻ ഓടിക്കങ്ങതാ. ഓക്കേ. മോളെ പോയിട്ട് വരാം. നൈസ് പീപ്പിൾ. ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴാ നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു ഫീല് കിട്ടുന്നത്. Yeah. Bindu is nice too. Sure. Mama, is Sumi auntie അല്ലേ ബീനയുടെ ഒറിജിനൽ മാം? യാ, പാവം. ഇപ്പോഴെങ്കിലും അവൾക്ക് മോളുടെ കൂടെ ജീവിക്കാൻ പറ്റിയല്ലോ. ആശ്വാസം. അതൊരു ആശ്വാസമാണോ മമ്മ? ഒരുതരം ക്രൂവൽറ്റി അല്ലേ? What do you mean? Beena calls her auntie mom. ഫോർച്യൂൺ എത്ര കിട്ടിയാലും അതിലും വലിയൊരു കേഴ്സ് ഉണ്ടോ?
അതിന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാ സുമി ഇവിടെ വന്നത്. ഇറ്റ് വാസ് ഹെർ ചോയ്സ്. Still, I feel bad for her. ചില ആൾക്കാരുടെ വിധി അതാ മോളെ, പറഞ്ഞിട്ട് കാര്യമില്ല. They have to live with it, മോളെ. Mom, I have some work to do. I'll see you later, okay? Okay, മോളെ. Bye. ആഹാ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ബീന വന്നില്ല ഇതുവരെ. ഇത്രയും വൈകാറുള്ളതല്ലോ. അയ്യോ, ആരും ഫോൺ ചെയ്തു, ഞാൻ എടുത്തപ്പോഴേക്കും കട്ടായിപ്പോയി. ഇനി അവള് വല്ലതും ആണോ? എൻഗേജ്ഡ് ആണ്. അവൾ ഇങ്ങ് വന്നോളും. ചില ദിവസങ്ങളിൽ ഇത് പതിവുള്ളതാ. പാതിര വരെ അവളുടെ പ്രായത്തിലുള്ളൊരു പെണ്ണ് ഇങ്ങനെ കറങ്ങി നടക്കാന്ന് വെച്ചാ എന്താ അതിന്റെ അർത്ഥം? ഇതൊക്കെ ഇവിടെ പതിവാ. സ്വയം നോക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് ബീനയ്ക്ക്. പിന്നെ ചീത്തയാവാനുള്ളവർക്ക് നേരം കാലമൊക്കെ നോക്കണോ? എനിക്കെന്തോ ഓർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഒന്നുമില്ല പെങ്ങളെ, നീ പോയി കിടന്നോ. എനിക്കിനി അവളെ കാണാതെ കിടന്ന ഇപ്പോഴൊന്നും ഉറക്കം വരില്ല. ഇച്ചയുമ്പോ കിടന്നോളൂ. ഓക്കെ ഓക്കെ. അല്ല, ബിന്ദു ഇറങ്ങിയോ? ആ, അയ്യോ, എന്ത് പറ്റി മോളെ? Nothing. I'm fine. I'm fine. എന്ത് കോല മോളെ ഇത്? What? Call him. Go to sleep. Go, Andy. Go. നീ കുടിച്ചിട്ടുണ്ടോ? Just some beer, party loaded as എന്ത് ധൈര്യമാടി നിനക്ക് കുടിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ? What hell? ആരാ നിങ്ങൾ എന്റെ ഡാഡിക്ക് മമ്മിക്ക് ഇല്ലാത്ത കൺസേൺ നിങ്ങൾക്ക് എന്തിനാ? And you slap me? How dare you? മോളെ, എന്താ മോളെ? Don't touch me. Don't touch me. ബീന, വാ, നീ വന്ന് കിടക്ക്. She hit me, Mom. നിന്നോട് വന്ന് കിടക്കാനാ പറഞ്ഞത്. You're crossing the limits. You bitch. ബീന, what is this? ഇങ്ങനെ ഇവൾക്കൊരു മുഖം ഉണ്ടായിരുന്നു ആൻസി. എനിക്കിത് കാണണ്ടായിരുന്നു. സുമി ഇത്രമാത്രം ബഹളം വെക്കാൻ വേണ്ടിട്ട് എന്താ ഇവിടെ ഉണ്ടായത്? ഞാനും ജോസും പോലെ അവളെ തല്ലിയിട്ടില്ല. ഒന്നുമില്ലേ, ഇവിടെ ഇപ്പൊ കണ്ടൊന്നും ഒന്നുമല്ലേ. അവള് കുടിച്ച് ബോധമില്ലാതെ ഈ കോലത്തിൽ നടക്കുന്നത് ആൻസിക്ക് വേണമെങ്കിൽ നോക്കി നിൽക്കാൻ പറ്റും. എനിക്ക് പറ്റില്ല. ഞാൻ അവളുടെ അമ്മയാ. സുമി, എന്താ അത് നിഷേധിക്കാൻ പറ്റുമോ ആൻസിക്ക്? നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും ഇവിടുത്തെ സുഖങ്ങൾ ജീവിക്കുന്ന ഇവളുടെ മുഖമായിരുന്നു എനിക്ക് ആശ്വാസം. ഈ ഭാഗ്യം എന്റെ മോൾക്ക് വേണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ളതായിരുന്നു ഇവിടുത്തെ സൗകര്യമെങ്കിൽ അതെന്റെ കുട്ടിക്ക് വേണ്ടായിരുന്നു. അയ്യോ സുമി, പതുക്കെ പ്ലീസ്, പതുക്കെ. സുമി, നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവും. കുറച്ചൊക്കെ നീയും മനസ്സിലാക്കണം. നോക്ക്, നമ്മുടെ നാടല്ലേ ഇത്, അവിടുത്തെ സംസ്കാരവുമല്ല. എത്രയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വളർത്തിയാലും ഈ നാടിന്റെ കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് അവളിലുണ്ടാവും. ബീന ഇവിടെ വളർന്ന കുട്ടിയല്ലേ മോളെ. ഇവിടുത്തെ ടീനേജ് പാർട്ടികൾക്ക് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും കുറച്ച് ബിയറൊക്കെ കഴിക്കേണ്ടി വരും. നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരുടെ റെസിസ്റ്റൻസ് കൂടും. അതുകൊണ്ട് അവളുടെ അഴിഞ്ഞാട്ടം നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്നാണ്. നീ വെറുതെ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കാതെ. അത്രയ്ക്കൊന്നും ഇല്ല, ശരിക്കുമില്ല. ഐ ഹാവ് കൺട്രോൾ ഓവർ ഹർ. ഒരു തെറ്റായ വഴിയിലും നമ്മുടെ മോള് പോവില്ല. അത് പോരെ. നോക്ക്, വെറുതെ ആവശ്യമില്ലാതൊരു സീനുണ്ടാക്കല്ലേ. നീ ബീനയ്ക്ക് നമ്മുടെ മോൾക്ക് നല്ലൊരു സുഹൃത്തായിരിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളോട് പോലും അവൾ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സുഹൃത്ത്.
ഒരമ്മയുടെ സ്നേഹവും സാമീപ്യവും ഒക്കെയുള്ള ഒരു നല്ല സുഹൃത്ത്. എത്ര രസമായിരിക്കും അത്. നിനക്കതാകാൻ പറ്റും. ഇന്നത്തെ ഇൻസിഡന്റ് ഒക്കെ ബീന മറന്നു. മനസ്സിലൊന്നും വെച്ചുകൊണ്ട് നടക്കുന്ന നേച്ചർ അല്ല അവളുടേത്. പക്ഷേ നിന്റെ ഈ പിടിവാശിയൊക്കെ കളഞ്ഞ് നീയും കുറച്ചൊക്കെ അവളെ മനസ്സിലാക്കണം. നീ ആഗ്രഹിക്കുന്ന പോലൊക്കെ അവളായിത്തീരണമെന്ന് വാശി പിടിക്കുന്നത് മണ്ടത്തരമല്ലേ? പക്ഷേ ചായ നോക്കു സുമി, ഇനിയുള്ള ജീവിതം ഒന്നിച്ച് കഴിയേണ്ടവരാ നമ്മള്. ഇപ്പൊ ആൻസിയോട് പറഞ്ഞ പോലെ സംസാരം ഇനി ഉണ്ടാവരുത്. അവളെ അത് എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാവും, പേടിപ്പിച്ചിട്ടുണ്ടാവും. Can you imagine her feelings? ബാ, നീ പോയി കിടക്ക്. നിന്നോട് സോറി പറയാൻ പറഞ്ഞു സുമി. അറിയാതൊരു വാക്ക് അതിനി ഉണ്ടാവില്ല. അവൾ എനിക്ക് ഉറപ്പ് തന്നു. ഒരു മോമെന്റിന്റെ റിഫ്ലക്സിൽ അവളെന്തോ പറഞ്ഞു എന്ന് കരുതി നമുക്ക് നന്മ വരണമെന്നല്ലേ അവൾക്കുള്ളൂ. മൊമെന്ററി റിഫ്ലെക്സ് തന്നെയാണ്, എനിക്കത് മനസ്സിലാവും. പക്ഷേ ഇതുപോലെയുള്ള മൊമെന്റ്സ് ഇനി ഇവിടെ ഉണ്ടാവും. എപ്പോഴെങ്കിലും ഒരിക്കൽ ബീന അത് കേൾക്കും. എനിക്കത് ഇമാജിൻ ചെയ്യാൻ പോലും വയ്യ ജോസ്. നത്തിങ്, ഞാനല്ലേ പറയുന്നത്. നമുക്കവളെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ചേർത്താലോ? അങ്ങ് ദൂരെ എവിടെയെങ്കിലും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ പോയി കണ്ടാൽ മതി. ബിന്ദുവിന് ദൂരെ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയാലും മതിയായിരുന്നു. ചെറിയൊരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് സുമിയുടെ കൂടെ അവളെ അങ്ങോട്ട് മാറ്റാമായിരുന്നു. ജോസ്, ഇനി അത് പോസിബിൾ ആണോ? എന്തൊക്കെയാ നീ ആലോചിച്ചു കൂട്ടുന്നത്? ബീന ദൂരെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലും പോകാൻ പോകുന്നില്ല. ബിന്ദു ഇവിടെ തന്നെ പഠിക്കും. ഇവിടെ അവര് വന്നതുകൊണ്ട് ആർക്കും ഒരു മാറ്റവും സംഭവിക്കില്ല. വി വിൽ ഓൾ ബി ടുഗദർ. ഓക്കെ? ഒരു ഇനീഷ്യൽ സെറ്റിലിംഗ് ഡൗണിന് കുറച്ച് സമയമെടുക്കും. ഞാനിതൊക്കെ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. പ്ലീസ് ബി അറ്റ് പീസ്. അതുകൊണ്ട് മാത്രമല്ല ജോസ്, ഇന്ന് ബീന വന്ന കോലം കണ്ടോ? അവൾക്ക് എന്താ പറ്റിയത്? പ്രായം അല്ലാതെ. പക്ഷേ തെറ്റായതൊന്നും നമ്മുടെ മോള് ചെയ്യില്ല. ഐ എം ഷുവർ. ഇന്ന് അവള് ചെയ്തത് ശരിയാണോ? Beans, are you still sleeping? Please get up. Let's go for a jog. No, Dad, I'm tired. ഒന്നും പറഞ്ഞാ പറ്റില്ല. Get up and get ready fast. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. That's why. ഒരു 2 റൗണ്ട് ഓടി വരുമ്പോഴേക്കും എല്ലാം ശരിയാവും. വാ, come on, come on. വാടാ. ഞാൻ അപ്പോഴേക്കും ഡ്രസ്സ് മാറി താഴെ നിൽക്കാം. വാ, വാടാ. Make it fast. Why? I'm tired, Dad. നീ ഇതൊരു ഹാബിറ്റ് ആക്കണം. യു വിൽ സീ ദി ഡിഫറൻസ്. I always try, Dad. ഇന്നലത്തെ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? Cool. Lot of friends. എന്തായിരുന്നു ഒക്കേഷൻ? Jackie's engagement. Oh, really? Huh. അവൾക്ക് നിന്റെ പ്രായമല്ലേ ഉള്ളൂ. She is in love, Dad. ആഹാ, ആരാ കക്ഷി? അറിയത്തില്ല. He does some job. Her parents are mad at her. എന്നിട്ട് നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നു. Why, Dad? അല്ല, ജാക്കിയുടെ അച്ഛനും അമ്മയും അവളൊരു തോന്നിവാസ ചെറുക്കനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് വിഷമിച്ച് കിടക്കുന്നു. നിങ്ങൾ പിള്ളേരത് എൻജോയ് ചെയ്യുന്നു. സാഡ്. അത് അവളുടെ പാരന്റ്സിന്റെ പ്രോബ്ലം അല്ലേ? അവളുടെ ലൈഫ് ഷീ ഹാസ് ടു ഡിസൈഡ്, റൈറ്റ്? അതൊക്കെ ശരി തന്നെ. അവളുടെ ഇൻഡിവിജ്വാലിറ്റി, ഡ്രീംസ് ഒക്കെ സമ്മതിക്കുന്നു. എന്നാലും ആ പാരന്റ്സിനോട് കുറച്ചൊക്കെ കൺസിഡറേഷൻ വേണ്ടതല്ലേ മോളെ? ഡാഡിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എൻ്റെ മോളുടെ ഇഷ്ടങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. ഐ പെർഫെക്റ്റ്ലി ക്യാൻ. പക്ഷേ നീ ഇന്നലെ പാർട്ടി കഴിഞ്ഞു വന്നുള്ള സ്റ്റേറ്റ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് ബാഡ് മോളെ. എല്ലാരും നിർബന്ധിച്ചപ്പോ ഐ ഹാഡ് സം ബിയർ. That's all. I know. No harm in that. But I don't want to see you in that state again. At least നമ്മുടെ വീട്ടിലെങ്കിലും. Dad.
നിന്നോട് എന്തും പറയാനുള്ള ഫ്രീഡം എനിക്കില്ലടാ. യു ഡോണ്ട് ലുക്ക് ഗുഡ് ദാറ്റ് വേ. I'll try. ഗുഡ്. ഓൾസോ സുമിയന്റിയോട് നീ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? ഷീ റിയലി ക്രൈഡ്. I don't know. കേരളത്തിൽ വെച്ച് കണ്ടപ്പോ she was so good. ഇവിടെ വന്നതിനു ശേഷം she interferes too much. എനിക്കത് ഇഷ്ടമല്ല. I don't like it, Dad. ഐ അണ്ടർസ്റ്റാൻഡ് മോളെ. നാട്ടിലെ അവരുടെ ലിവിങ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ. നമ്മുടെ വീട്ടിൽ വന്ന് അവർ താമസിക്കുമ്പോൾ വി ഹാവ് ടു കീപ് ദം കംഫർട്ടബിൾ. She has to be within her limits too, Dad. She hit me yesterday. Did you know that? സ്നേഹം കൊണ്ടല്ലേ മോളെ. അതിൻ്റെ പിണക്കമൊന്നും ഇനി നിന്റെ പെരുമാറ്റത്തിൽ ഫീൽ ചെയ്യാൻ പാടില്ല. പാവം സുമിക്കത് താങ്ങാൻ പറ്റില്ല. പ്ലീസ് ബി നൈസ് ടു ഹർ. അറ്റ്ലീസ്റ്റ് ഫോർ മൈ സേക്ക്. Okay, Dad. ഓക്കെ, നൈസ്, ഗുഡ്. ഇരിക്കും മോളെ, ദോശ ഇപ്പൊ ചുട്ടുതരാം. No, Auntie. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഒരു 5 മിനിറ്റ് മതി. രാവിലെ എന്തേലും നന്നായിട്ട് കഴിച്ചില്ലെങ്കിലേ വയറിന് നല്ലതല്ല. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞില്ലേ? എല്ലാ ദിവസവും ഈ ദോശ കഴിച്ച് ബോറടിച്ചിരിക്കുക. അതാണോ പ്രശ്നം? അത് പറയണ്ടേ മോളെ? മോൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. അപ്പം വേണോ, ഇടിയപ്പം വേണോ? അതെ, ഗോതമ്പ് പുട്ട് നാട്ടിൽ വന്നപ്പോ നിനക്ക് വലിയ ഇഷ്ടായിരുന്നില്ലേ? അതുണ്ടാക്കി തരാം. നാളെ എന്താ വേണ്ടേ? Anything but not ദോശ, please. ശരി. എന്താ ഇന്ന് നേരത്തെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ബൈ ബേബി. അതെ, വൈകിട്ട് എന്നെ പൂളിൽ കൊണ്ടുപോകാന്ന് പ്രോമിസ് ചെയ്തിരുന്നു. മറന്നിട്ടില്ലല്ലോ? I'll try. അവള് കഴിച്ചില്ലേ അമ്മേ? അവൾക്ക് ദോശ വേണ്ടാന്ന്. ഈ മാവ് കഴിഞ്ഞോട്ടേന്ന് കരുതി ദോശ ഉണ്ടാക്കാന്ന് വെച്ചതാ. 3-4 ദിവസമായില്ലേ, അവൾക്ക് മടുത്തിട്ടുണ്ടാവും. അമ്മയുടെ ഈ പിശുക്കത്തറ ഇവിടെ വന്നിട്ട് മാറിയില്ലേ? എന്നാലും എനിക്ക് ദോശ വേണം. നല്ല മൊരാന്നിരിക്കണം. ഓക്കെ? എനിക്ക് കോളേജിൽ അഡ്മിഷൻ ശരിയായെന്ന് ജെയിൻസ് അപ്പാപ്പനെയും കരണമാമനെയും വിളിച്ചറിയിച്ചോ? ഇല്ല. കോളേജിൽ നിന്നുള്ള അറിയിപ്പൊക്കെ ഒന്ന് തീർച്ചയാകട്ടെ, എന്നിട്ട് മതി. ഈ അമ്മയുടെ ഒരു കാര്യം, ഇറ്റ്സ് ഓൺലി എ ഫോർമാലിറ്റി. ഏ, എന്താ 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 നീ പറഞ്ഞേ? ഇംഗ്ലീഷ്. പഴയ കുട്ടനാട്ടുകാരി ബിന്ദുവൊന്നുമല്ല ഞാന്. ഇറ്റ്സ് ഓൺലി എ ഫോർമാലിറ്റി എന്ന് പറഞ്ഞാ അത് വെറും ഒരു ഔപചാരികത മാത്രമാണ് മകളെ എന്നാണ് അർത്ഥം. മനസ്സിലായോ? ആ, ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. നിലത്തൊന്നും അല്ല ഇപ്പൊ നീ. ഹായ്, ദോശ നന്നായിട്ടുണ്ടമ്മേ. 7 കടല് കടന്നിട്ടും അമ്മയുടെ കൈ പുണ്യം പോയിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല റീത. ഞാൻ പേടിച്ചിരുന്ന സിറ്റുവേഷൻ തന്നെയായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന്. അപ്പോ സുമിയുടെ മനസ്സിലത് എന്നും ഉണ്ടായിരുന്നു. അത് പിന്നെ ഇല്ലാതിരിക്കൂ ആൻസി, അവളുടെ മോളല്ലേ. ഓ, ഐ എം സോറി. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. എനിക്കറിയാം. പക്ഷേ സുമി വന്നപ്പോ മുതല് എല്ലാം മാറുകയാ. തമാശയായിട്ട് പോലും റീത ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സത്യം മൂടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ളതൊക്കെ വീണ്ടും തെളിഞ്ഞു വരുന്നു. അല്ല റീത? വീണയ്ക്ക് എന്തായാലും സുമിയോട് പഴയതുപോലുള്ള അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലല്ലോ. അതൊരാശ്വാസമല്ലേ, അറ്റ്ലീസ്റ്റ് ഫോർ ദ ടൈം ബീയിങ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ക്രൂവലല്ലേ റീത? യെസ്, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം ആൻസി. ഐ മീൻ, നിങ്ങളെല്ലാവരും. സുമി ഒരു പാവമാ. പക്ഷെ ഇങ്ങനെ പോയാൽ പറ്റില്ല റീത. സംതിങ് ഷുഡ് ഹാപ്പൻ. എനിക്ക് തോന്നുന്നത് സുമി ഒരു ജോലിക്ക് ജോയിൻ ചെയ്താൽ കുറെയൊക്കെ ശരിയാവുന്ന. വെറുതെ ഇരിക്കുമ്പോഴാവശ്യമില്ലാത്തതൊക്കെ തോന്നുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാനൊന്നുമില്ല. കുറച്ച് ഹാൻഡ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ. പക്ഷെ അതുകൊണ്ട് ഇവിടെ എന്താ ഒരു അഡ്വാൻറ്റേജ്? എന്ത് ജോലിയും ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഇവിടെ അതിന് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. സുമിക്ക് ചേരുന്ന ഒരു ജോലി നമുക്ക് കണ്ടുപിടിക്കാം. ഞാനും കൂടി അന്വേഷിക്കാം. ഓക്കെ? അത് തന്നെയാവും ആൻസി നല്ലത്. ഒരു ജോലിയൊക്കെ കിട്ടി കുറേയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവുമ്പോൾ സുമിക്കും ബിന്ദുവിനും വേറൊരു വീടെടുത്ത് മാറാമല്ലോ. അതോടെ ഈ പറയുന്ന പ്രോബ്ലംസ് മുഴുവൻ ഇല്ലാതാവില്ലേ? ഒരു ചെറിയ അകലത്തിലിരുന്നു കൊണ്ടുള്ള ബന്ധങ്ങളാണ് നല്ലത്. ദേ ലാസ്റ്റ് ലോങ്ങർ. സത്യം. ജോലിയുടെ കാര്യം ഞാൻ സുമിയോട് സൂചിപ്പിക്കാം. ഉടനെ വേണ്ട ആൻസി. ജസ്റ്റ് കീപ് ദം ഹാപ്പി ഫോർ ദ ടൈം ബീയിങ്. ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നിന്റെ മനസ്സിൽ നിന്ന് കളയണം. എങ്കിലേ നിന്റെ ചിന്തകൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും.
ഇതൊക്കെ ഇപ്പൊ പോസ്റ്റ്മാൻ കൊണ്ടുവന്നാണോ? അയ്യോ അമ്മേ, ഇവിടെ കത്തുകൾ പോസ്റ്റ്മാൻ മെയിൽ ബോക്സിൽ ഇട്ടിട്ട് പോവും, അല്ലാതെ ബെല്ലടിച്ച് കൈ തരുമൊന്നുമില്ല. എന്നാ കൊണ്ട് സൂക്ഷിച്ചു വെക്ക്, കളയണ്ട. യൂണിവേഴ്സിറ്റിന്ന് ലെറ്റർ ഉണ്ടല്ലോ. വല്ലവർക്കും വന്ന് എഴുത്ത് പൊട്ടിച്ച് വായിക്കല്ലേ. എവിടെ നിന്ന് എനിക്ക് ശീലങ്ങളൊക്കെ കിട്ടിയേ? വല്ലവർക്കും വന്നതല്ല അമ്മേ, ഞാൻ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിന്ന് വന്ന ലെറ്ററാ. അഡ്മിഷൻ ശരിയായ മോളെ? ആ, അടുത്ത മാസം 1-ാം തീയതി ജോയിൻ ചെയ്യണം. എന്റെ കർത്താവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. വേഗം ഇച്ചായനെ വിളിച്ചു പറ. എന്തിന്? അഡ്മിഷനൊക്കെ നേരത്തെ ശരിയായതല്ലേ. ഇപ്പൊ അറിയിപ്പ് വന്നല്ലേ ഉള്ളൂ. അപ്പാപ്പൻ ഓഫീസിൽ തിരക്കിലായിരിക്കും, വൈകുന്നേരം വരുമ്പോ പറയാം. എനിക്ക് ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ആ എഴുത്തിങ്ങി തന്നേ. അമ്മയ്ക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ? വന്ന് പെണ്ണിന് എന്തും പറയാന്നായി. ഇങ്ങോട്ടാടി. സന്തോഷം വന്നാലും സങ്കടം വന്നാലും എപ്പോഴും ഈ കരച്ചില് തന്നെയാ. എന്താ ഈ സുമിക്കൊച്ച് ഇങ്ങനെ ആയി പോയേ? പേടിയല്ല മോളെ, സത്യമാവുന്നത് വരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അത് തട്ടിത്തെറിച്ചു പോകും. എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? ബീനെ ദത്തെടുത്തോണ്ട് പോകുമ്പോ ജോസ് പറഞ്ഞ വാക്ക് നടന്നിരുന്നെങ്കിൽ എത്ര കാലം മുമ്പേ നമ്മളിവിടെ എത്തിയേനെ. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ആ മോഹം ഞാൻ തന്നെ ഉപേക്ഷിച്ചതാ. ഇപ്പൊ ദേ ഇവിടെ എത്തി. ഇതിന്റെ ഒന്നും ചരട് നമ്മുടെ കയ്യിലല്ല മോളെ. ഞാൻ പറഞ്ഞിട്ടില്ലേ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിക്കരുതെന്ന്. കഴിഞ്ഞത് കഴിഞ്ഞു. ഒന്ന് നോക്ക് ബിന്ദു. ഹായ്, ഹൗ ആർ യു? അല്ല, ജോസ് ഇല്ലേ? ദേ പുറത്താരോ ജോസപ്പാപ്പനെ ചോദിക്കുന്നു. വായ് ബിന്ദു, ഗസ്റ്റ് വന്നാൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവരെ അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്യണ്ടേ? കൺട്രി ഫെലോസ്. ഹായ് അങ്കിൾ. ഹായ്. Come on in. ഓക്കെ, കം. നിനക്കെന്താ അവിടെ കാര്യം? അവിടെ പുറത്തുനിന്ന് വല്ലവരും വരുമ്പോ അതിന്റെ ഇടയിൽ കയറി നിൽക്കരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പാപ്പൻ വിളിച്ചിട്ടാ ഞാൻ പോയത്. കുറച്ചറിഞ്ഞും കണ്ടുമൊക്കെ നമ്മൾ നിൽക്കണം, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ജോലി ചെയ്ത് പഠിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഏർപ്പാടാക്കി തരാൻ പറ്റുമെന്ന് അപ്പാപ്പനോടൊന്ന് ചോദിക്കണം. എന്താ ഇപ്പോ? ഹേയ്, ഒരു വരുമാനം ഉള്ളത് നല്ലതല്ലേ. ഓരോ ചെറിയ കാര്യത്തിനും അപ്പാപ്പനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. അത് ശരിയാ. പക്ഷെ പഠിത്തവും ജോലിയും എല്ലാം കൂടെ നിന്നെക്കൊണ്ട് പറ്റുമോ എന്റെ മോളെ? അതൊക്കെ ഞാൻ ശരിപ്പെടുത്തിക്കോളാം. എല്ലാം ഒന്ന് ശരിയായി വന്നാ മതി. എന്റെ പഠിപ്പിനിവിടെ എന്ത് ജോലി കിട്ടാനാ? അല്ലെങ്കിൽ ആ വഴിക്ക് നോക്കായിരുന്നു. ഒന്നും വേണ്ട, അമ്മ അടങ്ങി ഒതുങ്ങി സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്നാ മതി. ഇനിയൊക്കെ ഞാൻ നോക്കിക്കോളാം. മിടുക്കുണ്ടെങ്കിൽ കോളേജിൽ 1 കൊല്ലം പഠിച്ചാ ഏതെങ്കിലും നല്ല സ്ഥലത്ത് ജോലി കിട്ടും. പഠിത്തം പിന്നെ ജോലിയുടെ കൂടെ കംപ്ലീറ്റ് ചെയ്താലും മതിയല്ലോ. ജോലി കിട്ടിയാ ഞാൻ അമ്മയെ വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോകും. വേറൊരു കൊച്ചു വീട്ടിലേക്ക്. എന്തൊക്കെയാ നീ ആലോചിച്ചു കൂട്ടുന്നേ? പിന്നെ എന്താ കരുതിയേ? നമുക്കൊരു കൊച്ചു വീട് മതി. നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒരു കൊച്ചു സ്വർഗം. അവിടെ വേറെ ആര് ശല്യപ്പെടുത്താനില്ലാതെ നമ്മൾ രണ്ടുപേരും മാത്രം. അമ്മയ്ക്കെന്താ വിശ്വാസം വരുന്നില്ലേ? നോക്കിക്കോ, ഒക്കെ നടക്കും. നടത്തും ഞാൻ. നടക്കും. നിന്റെ ഈ കഷ്ടപ്പാടൊക്കെ കർത്താവ് കാണാതിരിക്കില്ല. ആ കാര്യം സംശയ. അമ്മയുടെ ഈ കണ്ണീര് തന്നെ പുള്ളിക്കാരൻ ഇത്രയും കാലം കഴിഞ്ഞിട്ടല്ലേ കണ്ടത്. ദേ പെണ്ണെ, ഞാൻ വെറുതെ പറഞ്ഞതാ. അതിനി അടുത്തത് അമ്മ തുടങ്ങണ്ട. ഏതായാലും ഈ വീടിന് അധികകാലം വേണ്ടമ്മേ. ഇതൊരുപാട് വലുതാ, നമ്മളെക്കാളും ഒക്കെ വലുത്.